അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ ഞാൻ നിന്നെ കാണേണം. അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ 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 അപ്പാ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദൈവം ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് കെസിയും ബെന്നിയുമാണ് നമ്മളോട് തങ്ങൾക്കുണ്ടായ സാക്ഷ്യത്തെ പങ്കുവെക്കുന്നത്. ഈ കുടുംബം പറയുന്നത് വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് നിമിത്തം ട്രീറ്റ്മെൻറ്റിലും ഇഞ്ചക്ഷനും മെഡിസിനും കൺസൾട്ടേഷനും അങ്ങനെ ഒത്തിരി കാര്യങ്ങളാൽ നാളുകൾ കടന്നുപോയി. നിരാശയിലായിരുന്നു. സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്നാൽ ഇവ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയി പ്രോഗ്രാം കാണാനായി തുടങ്ങി. അതോടൊപ്പം തന്നെ ഒക്ടോബറിൽ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ചലിച്ച അത്ഭുതത്തെ നമുക്ക് കേൾക്കാം. പിറ്റേ മാസം തന്നെ ഈ സിസ്റ്റർ ക്യാരിയായി എന്നാണ് പറയുന്നത്. കർത്താവ് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയാം. എന്നാൽ അതോടൊപ്പം തന്നെ ഇവർ കൂട്ടിച്ചേർക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു എന്നാണ്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് വിവാഹം നടന്നത്, ജോലി ലഭിച്ചത്, സാമ്പത്തികമായി ഉയർച്ചയുണ്ടായി. ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ ആഡ് ചെയ്തതായിട്ട് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ആ സാക്ഷ്യങ്ങളിലേക്ക് പോകാം. 2 വർഷമായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. ഓരോ തവണ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടും അവർ ചെക്ക് ചെയ്യണം, പ്രഗ്നൻസി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറുടെ മുന്നിലിരുന്ന് കരയുമായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നില്ല, അങ്ങനെ ഒരു വിഷമവും സങ്കടവും നിരാശയൊക്കെ ആയിരുന്നു. ഓരോ ആഴ്ചയും പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നു. ലൈവ് സ്പോൺസർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. സോളി സിസ്റ്റർ ആയിരുന്നു അന്ന് ലൈവിലുണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേരും ലൈവിൽ പങ്കെടുത്തു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഈ മാസം ക്യാരി ആക്കണമെന്നാണ് പറയുന്നത്. ഈ വീട്ടിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. നവംബർ 20 ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. ഒരു 16th എന്ന് പറയുന്ന ഒരു ഡേറ്റ് കാണുന്നുണ്ട്. മെയ് 16th എൻ്റെ മാരേജ് ആണ് നടന്നത്. മാരേജ് കഴിഞ്ഞ അടുത്ത ആഴ്ച തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി എനിക്ക് കിട്ടി. എൻ്റെ മാരേജിൻ്റെ സമയത്ത് എനിക്ക് നമ്മുടെ ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബാങ്കിൻ്റെ മുന്നിൽ നിന്നിട്ട് പ്രെയർ ലൈനിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നാട്ടുകാർ പറയും അത്ര അടിപൊളിയായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു കെസി സിസ്റ്ററിൻ്റെ എന്ന്. എല്ലാ കരങ്ങളും ഉയർത്തി സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആദ്യം നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയാനായിരിക്കുന്നത് വയനാട് നിന്നും കെസി സിസ്റ്ററും ഹസ്ബൻഡുമാണ് വന്നിരിക്കുന്നത്. സിസ്റ്ററിന് പറയാനുള്ളത് തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ലഭിച്ച ഒരു അത്ഭുതകരമായ സാക്ഷ്യമാണ്. കരമടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് കേൾക്കാം കെസി സിസ്റ്ററിൽ നിന്ന് തന്നെ. സിസ്റ്ററെ പറയാമോ, എങ്ങനെയാണ് നമ്മുടെ മീറ്റിംഗിൽ വരാനിടയായത്? ഞാൻ ആദ്യം തൊട്ടേ കേൾക്കുമായിരുന്നു, ലൈവ് കാണുമായിരുന്നു. കൊറോണ സമയത്തൊക്കെ ആയിരുന്നു ലൈവ് കൂടുതലായിട്ടും കേട്ടോണ്ടിരുന്നത്. അങ്ങനെ 2022 മെയ് 16 എൻ്റെ മാരേജ്. അത് കഴിഞ്ഞ് 2 വർഷമായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. എനിക്ക് PCOD ആയിരുന്നു. 1 വർഷം
വർഷത്തിനടുത്ത് മരുന്ന് കഴിച്ചു. 1 വർഷം മരുന്ന് കഴിച്ചു. ഓരോ മാസവും ഓരോ ആഴ്ചയും പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നു. അടുത്ത ആഴ്ച പോയി പിന്നെയും മരുന്ന്, ചെക്കപ്പ്, അങ്ങനെ പോകുമ്പോഴൊക്കെ ഫിനാൻഷ്യലി നമുക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ട്രീറ്റ്മെന്റിന്. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ലൈവ് കാണുന്നതാണ്. ലൈവ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ലൈവ് സ്പോൺസർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ മാസത്തിലെ നൈറ്റ് ലൈവ് നമ്മൾ സ്പോൺസർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സ്പോൺസർ ചെയ്തു. സോളി സിസ്റ്റർ ആയിരുന്നു അന്ന് ലൈവിൽ ഉണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേരും ലൈവിൽ പങ്കെടുത്തു. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നവംബർ 20 ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. കൈകളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഈ മാസം ക്യാരി ആക്കണമെന്നാണ് പറയുന്നത്. രണ്ടുപേരും കൂടെ ഒന്ന് കരം കോർത്ത് പിടിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വീട്ടിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവേ, ഇവർ എന്താണോ ചോദിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. യേശുവേ, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോഴാ മുറിയിൽ അവർ അനുഭവിക്കട്ടെ. ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ബ്രദറിനെ സിസ്റ്ററിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം ഇവർക്ക് വേണ്ടി ചലിക്കണമോ. 2 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. 1 വർഷം ട്രീറ്റ്മെന്റ് എടുത്തിട്ടും റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. ഓക്കെ, വളരെ നിരാശയിലും ഭാരത്തോടെയൊക്കെ ആയിരുന്നു. അതെ, ഭയങ്കര സങ്കടമായിരുന്നു. ഓരോ തവണ ട്രീറ്റ്മെന്റിന് പോയിട്ടും അവര് ചെക്ക് ചെയ്യണം, പ്രഗ്നൻസി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറിന്റെ മുന്നിലിരുന്ന് കരയുമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആവുന്നില്ല, അങ്ങനെ ഒരു വിഷമവും സങ്കടവും നിരാശയൊക്കെ ആയിരുന്നു. പക്ഷെ ലൈവ് സ്പോൺസർ ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിറ്റേ മാസം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളത്. ഞാനിപ്പോൾ കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ബ്രേക്കിനിടയിൽ പുറത്ത് പോയിട്ട് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. പോസിറ്റീവാന്ന് അറിഞ്ഞു. വലിയ സന്തോഷത്തോടെയാണ് ഈ കുടുംബം നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സിസ്റ്റർ? ഞാൻ പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ. ഓക്കെ, അവിടെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ബ്രദർ എന്താ ചെയ്യുന്നത്? വർക്ക്ഷോപ്പാണ്. ബ്രദറിന്റെ പേരെങ്ങനായിരുന്നു? ബെന്നി എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ബ്രദറിന് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് വളരെ വിശ്വാസമാണ്. വിശ്വാസമാണ്. സിസ്റ്റർ പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ആ മീറ്റിംഗ് സ്പോൺസർ ചെയ്തെന്നാണ്. അങ്ങനെ അതിന്റെ ഒരു റിസൾട്ടായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവം കൈകളിൽ തന്നു. ഓക്കെ, നമ്മുടെ വീട്ടുകാരും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എന്താ പറയുന്നത്? ഒരുപാട് സന്തോഷം. ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കല്യാണം മെയ് 16 അപ്പോൾ എനിക്ക് കല്യാണത്തിന് മുന്നേ ഒരു ജോലി കിട്ടണം എന്നായിരുന്നു. അപ്പോൾ ലൈവിൽ എപ്പോഴും ഞാൻ മെസ്സേജ് ഇടും, എനിക്ക് ജോലി കിട്ടണം. കല്യാണത്തിന് വേണ്ടി ഞാൻ ആലോചിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എത്ര വർഷമായിട്ട് സിസ്റ്റർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്? ഞാൻ 2019-18 അതിനു മുന്നേ ലൈവൊക്കെ വരുന്നതിന് മുന്നേ ചാനലിൽ ഉണ്ടായിരുന്നു. ആ സമയം തൊട്ടേ കാണുന്നതാണ്. അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ലൈവിൽ മെസ്സേജ് ഇടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജോൺ ബ്രദർ ലൈവ് കാണുന്ന സമയത്ത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മെയ് 16 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കാണുന്നുണ്ട്. മെയ് 16 എൻ്റെ മാരേജ് ആണ് നടന്നത്. മാരേജ് കഴിഞ്ഞ അടുത്ത ആഴ്ച തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി എനിക്ക് കിട്ടി. കൈകളടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു. 16th എന്നൊരു ഡേറ്റ് അങ്ങോട്ട് ബ്രദർ ദൂത് പറഞ്ഞിരുന്നു. അന്നേ ദിവസം കല്യാണം നടന്നു. അടുത്ത ആഴ്ചയിൽ ജോലി സംബന്ധമായ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. കാര്യങ്ങളടിച്ചു കർത്താവിന് നന്ദി പറയാം. അനേക സാക്ഷ്യങ്ങളുമായിട്ടാണ് കെസിയ സിസ്റ്ററും ബെന്നി ബ്രദറും നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. അതുപോലെ എൻ്റെ മാരേജിന്റെ സമയത്ത് എനിക്ക് നമ്മുടെ ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 0 ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ മാരേജ് പ്ലാൻ ചെയ്യുന്നത് തന്നെ. ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്നൊരു മാരേജ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാങ്കിലൊരു ലോണിന് വേണ്ടിയിട്ടൊക്കെ ബാങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ബാങ്കിൻ്റെ മുന്നിൽ നിന്നിട്ട് ലൈവിലല്ല പ്രെയർ ലൈനിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സിസ്റ്ററാണ് എടുത്തത്. എന്നോട് പറഞ്ഞു, ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ നാട് മുഴുവനും അത്ഭുതപ്പെടുന്ന ഒരു മാരേജ് ആയിരിക്കും കെസിക്കെന്നാണ് പറഞ്ഞത്. എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നാട്ടുകാർ പറയും അത്ര അടിപൊളിയായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു കെസി സിസ്റ്ററിൻ്റെ. സാമ്പത്തികമായ ഒത്തിരി വഴികൾ ദൈവം തുറന്നു തന്നല്ലേ? ഒത്തിരി വഴികൾ എല്ലാം കൊണ്ടും. ഞാൻ PG പഠിക്കുന്ന എൻ്റെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും അതെ. അവസാനത്തെ ഞാൻ എൻട്രൻസ് എഴുതി, ജേർണലിസത്തിലാണ് ഞാൻ PG പഠിക്കുന്നത്. അപ്പോൾ എൻട്രൻസ് എഴുതിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ലാസ്റ്റത്തെ ഒരു നമ്പറിലേക്കാണ് എൻ്റെ
നമ്പർ വന്നിരുന്നത്. ആ സമയത്ത് ഞാൻ ലൈവിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് മാത്രമാണ് വേക്കൻസി ഉള്ളത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കോളേജിൽ തന്നെയാണ് സീറ്റ് ഉള്ളത്. അപ്പോൾ ആ സീറ്റ് വേറൊരാൾക്ക് വേണ്ടിയിട്ട് വേക്കൻ്റ് ആയ സമയത്ത് അയാൾ സർട്ടിഫിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എടുക്കാത്തതുകൊണ്ട് അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല, ഇത് കഴിഞ്ഞ് വരുന്ന ആൾക്കേ കിട്ടുള്ളൂ എന്ന്. ആ ആൾ ഞാനായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് PG അഡ്മിഷൻ MA ജേർണലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക്. ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഡ്മിഷൻ കിട്ടിയതും വിവാഹം നടന്നതും ജോലി ലഭിച്ചതും ഇപ്പൊ ഇത് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ ലഭിച്ചതും, അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ പറയും. എന്താണ് ഈ സഭയെക്കുറിച്ചും നമ്മുടെ ബ്രദറിനെ കുറിച്ചും പറയാനുള്ളത്? സന്തോഷം മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ലൈവ് കാണുന്നതിന് മുന്നേ ചാനലിലൊക്കെ കാണുമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമുക്കൊരു മാനസിക സന്തോഷം എപ്പോഴും കിട്ടുന്നുണ്ട്. ദൈവം എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷവും ഒരു സമാധാനവും എപ്പോഴും ഉണ്ട്. മെസ്സേജുകളൊക്കെ ഇടപെടാതെ കേൾക്കാറുണ്ട്. വലിയ ബ്ലെസ്സിംഗ് ആണ്. അതെ അതെ. യേശുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സിസ്റ്ററിന്? എപ്പോഴും നമ്മളെ കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്, ഒരു ഉറപ്പുണ്ട്. അതെ അതെ. ഞാനിപ്പോൾ ഈ അടുത്താണ് വയനാട് ചർച്ചിലേക്ക് വരുന്നത്. അറിയില്ലായിരുന്നു ശരിക്കും ചർച്ച ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ വരാൻ ഞങ്ങൾക്ക് കുറച്ച് പപ്പയും മമ്മിയൊക്കെ വരുമായിരുന്നു. അപ്പോൾ പപ്പയും മമ്മിയും പറയും നിങ്ങൾ ഒരു ദിവസം വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സനൽ ബ്രദർ ഒരു ദിവസം ചർച്ചിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ ഞാനിത് TV-യിൽ കാണുന്നതുകൊണ്ട് എനിക്ക് സനൽ ബ്രദറിനെ നന്നായിട്ട് അറിയാം, ലൈവിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് പോവാം, എനിക്കൊന്ന് സനൽ ബ്രദറിനെ കാണുന്നുണ്ട്, ഞാൻ ലൈവ് പണ്ട് തൊട്ട് കാണുന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് ആദ്യം പറഞ്ഞു നീ പൊക്കോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ ഞാനും വന്നേക്കാം, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സൺഡേ പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അടുത്ത സൺഡേ തൊട്ട് നീ പാട്ട് പാടാൻ കയറണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങൾ ബത്തേരി നമ്മുടെ വയനാട് ചർച്ചിൽ പോകുന്നുണ്ട്. ചർച്ചിന്റെ ഭാഗമാണ്, വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമാണ് അതിൽ. സൺഡേ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, പോയിട്ട് ആരാധനയിൽ കൂടാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാല് ഒരു പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ തുടങ്ങി ഇപ്പൊ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും. കാര്യങ്ങളെ തട്ടി ഒരുമിച്ച് നമുക്ക് നന്ദി പറയാം. KCS സിസ്റ്ററും ബെന്നി ബ്രദറിനും ദൈവം ചെയ്തത് അസാധാരണമായ ഒരു അത്ഭുതമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ ബലം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴി തുറക്കാൻ പോകുന്നു. കർത്താവിനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫ് ഓരോ ദിവസവും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കാണ്. ഒരു സാക്ഷ്യമോ ഒരത്ഭുതമോ കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം തീരുന്നില്ല, ദൈവപ്രവൃത്തി തീരുന്നില്ല. കർത്താവിനോടൊപ്പം ആ വ്യക്തി നടക്കുന്നിടത്തോളം കാലം ആ വ്യക്തി അത്ഭുതങ്ങളിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും. ഓരോ സാക്ഷ്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം ചെയ്യുന്ന, അല്ലെങ്കിൽ കർത്താവ് തന്നെ മക്കളെ നടത്തുന്ന വിധങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ കുടുംബം പറയുന്നത് തങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാനിടയായി. നിങ്ങളുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചാട്ടെ. ഈ പ്രശ്നത്തോട് ബന്ധിക്കപ്പെട്ടാണ് നിങ്ങളുമായിരിക്കുന്നതെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങളുടെ സൗഖ്യത്തെ ഏറ്റെടുത്താട്ടെ. അത്ഭുതം അല്ലെങ്കിൽ അടയാളങ്ങൾ ഇത് ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അനുഭവിക്കുവാനായി കഴിയും. അടുത്തത് കോഴിക്കോട് നിന്നും നീന എന്ന പേരുള്ള ഒരു സിസ്റ്ററാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തങ്ങൾക്ക് ഏകദേശം 23 വർഷത്തോളമായിട്ട് തങ്ങൾക്ക് വീടില്ലായിരുന്നു, വാടക വീട്ടിലായിരുന്നു, മാറി മാറി താമസിച്ചുകൊണ്ട്. 23 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. എന്നാൽ ഈ സിസ്റ്റർ പറയുന്നത് കുടില് പോലുള്ള ഒരു വീടുകൾ താമസിച്ചും പ്രയാസത്തോടൊക്കെ ആയിരിക്കുന്ന സമയത്ത് മീറ്റിങ്ങിൽ കടന്നു വന്ന് 2020 മുതലേ മീറ്റിങ്ങിൽ വരുമായിരുന്നു. അത് തങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. എന്നാൽ ഒരു ദിവസം ബ്രദർ ദൂത് പറഞ്ഞു കുടിലിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വന്തമായൊരു ഭവനത്തിലേക്ക് കർത്താവ് ചിലരെ കൊണ്ടുപോകുന്നതെന്ന്. എന്നാൽ അതേ തുടർന്ന് ഈ സിസ്റ്റർ ആ ദൂതിനെ റിസീവ് ചെയ്തു. വളരെ സന്തോഷത്തോടെ പറയുകയാണ് തങ്ങൾക്ക് മനോഹരമായൊരു വീട് ലഭിക്കുവാനിടയായി. എന്നാൽ അതോടൊപ്പം തന്നെ ഇവർ പറയുക തങ്ങളുടെ ജീവിതത്തിൽ ഒരനർത്ഥം വന്ന സമയത്ത് 2021 തൻ്റെ ഹസ്ബൻഡിന് തൊണ്ടയിൽ ക്യാൻസർ ആയതിനെ തുടർന്ന് ഓപ്പറേഷൻ വേണമെന്നും വോക്കൽ കോഡും എല്ലാം എടുത്തു മാറ്റണമെന്നും പിന്നീട് സംസാരശേഷി ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ സാഹചര്യത്തിൽ വേദനയുടെയും പ്രയാസത്തിൻ്റെയും അനുഭവത്തിലായിരുന്ന ആ കുടുംബത്തെ കർത്താവ് വിടുവിക്കുവാനിടയായി. സർജറി നടന്നു, പക്ഷേ അവർ ഭയപ്പെട്ടതുപോലെ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. കർത്താവ് അവരെ ആരോഗ്യത്തോടെ നിർത്തുവാനിടയായി. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം.
അത് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ. മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മൊത്തമായിട്ട് എടുത്ത് മാറ്റണം, വോക്കൽ കോഡ് മൊത്തം എടുത്ത് മാറ്റണം, ശബ്ദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ഞാനും മോളും ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് 3 മണിക്കൂറോളം വായ അടക്കി വെക്കാതെ വചനവും ആ പ്രസംഗവും വായിച്ച് 3 മണിക്കൂർ അതന്നെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഒരു അണുക്കൾ പോലും ഇല്ലാതെ അത് മുഴുവനായിട്ട് എടുത്ത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പറഞ്ഞു. ജോൺ ദാർ ബ്രദേഴ്സും പറഞ്ഞു ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം വീട് കൊടുക്കുന്നു പറഞ്ഞു. 23 വർഷമായിട്ട് വീടില്ലായിരുന്നു, ഒരു കുടില് പോലത്തെ ഒരു വീട്ടിലാ താമസിച്ചത്. അങ്ങനെ ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. 1000 രൂപ പോലും ഞങ്ങളെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അനവധി സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ആ വീട് പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വീട് പണി പൂർത്തിയായി. ബ്രദർ പ്രാർത്ഥിക്കുന്ന വചനവും പ്രസംഗവും ഞാൻ അന്ന് തുടങ്ങി ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയിട്ടുള്ള പുസ്തകം ഒരുപാടുണ്ട് കയ്യിൽ. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്, നന്മകൾ കിട്ടുന്നതാണ്. ബ്രദറിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തി ഭയങ്കര ഇഷ്ടമാണ്. നീനാൻഡിയാണ്, കോഴിക്കോട് നിന്നാണ് ആൻറ്റി സാക്ഷ്യം പറയാൻ കടന്നു വന്നിരിക്കുന്നത്. 2020 ഞാൻ ജോൺ ദാർ ബ്രദറിന്റെ പ്രസംഗം യൂട്യൂബിലൂടെ കേട്ടു തുടങ്ങിയത്. 2020 കൊറോണന്റെ സമയത്ത് വൈകുന്നേരങ്ങളിൽ ബ്രദർ പ്രസംഗിക്കായിരുന്നു. ഒരു അരമണിക്കൂർ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഫോണില്ലായിരുന്നു. തൊട്ടടുത്ത വീട്ടിലത്തെ എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിൽ കാണിച്ചു തന്നത്. അങ്ങനെ എല്ലാ ദിവസവും അത് കണ്ടു തുടങ്ങി. എനിക്ക് ഭയങ്കര ഒരു വല്ലാതെ ഒരു മനസ്സിന് തട്ടിപ്പോയി. ബ്രദർ പ്രസംഗങ്ങളൊക്കെ വല്ലാതെ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഓരോ ദിവസവും കണ്ടു തുടങ്ങി. കർത്താവിനോടുള്ള വിശ്വാസവും സ്നേഹവും വർദ്ധിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ജോൺ ദാർ ബ്രദേഴ്സും ഒരു ദിവസം പറഞ്ഞു ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം വീട് കൊടുക്കുന്നു പറഞ്ഞു. 23 വർഷമായിട്ട് വീടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്തിൽ നിന്ന് വീടും സ്ഥലവും പാസ്സായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അറിയിപ്പ് കിട്ടി. അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ ഒരു 1000 രൂപ പോലും ഞങ്ങളെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. പിന്നെ ഈ വീട് പണി എങ്ങനെ തുടങ്ങും എന്നുള്ള ഒരു ഇതുമില്ല. 2 ലക്ഷം രൂപയെ സ്ഥലത്തിന് തരികയുള്ളായിരുന്നുള്ളൂ. വേറെ 2 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം. പക്ഷെ കയ്യിലൊന്നുമില്ല. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും ബ്രദറിന്റെ പ്രസംഗം കേട്ട് പ്രാർത്ഥിച്ച് വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ എനിക്കറിയാം എന്തെങ്കിലും വഴി ദൈവം തുറന്നു തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ദൈവം ഞങ്ങൾക്ക് സഹായം ലഭിച്ചു. തൊട്ടടുത്തൊരു കോൺവെന്റ് ആയിരുന്നു. ആ കോൺവെന്റിൽ നിന്ന് 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ തന്നു. പിന്നെ കിണർ കുഴിക്കാം പൈസ തന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അനവധി സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ആ വീട് പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വീട് പണി പൂർത്തിയായി. 2021 വീട് പണി പൂർത്തിയായി. ആന്റി എത്ര നാളാണ് ആ ഒരു കുടില് പോലത്തെ വീട്ടിലായിരുന്നു പറഞ്ഞത്? കുടില് ഇങ്ങനെ വാടകയ്ക്ക് കുറെ 4-5 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു. 4-5 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു. ഒരു കൊല്ലായിട്ട് ഒരു കുടില് പോലത്തെ ഒരു വീട്ടിലാ താമസിച്ചത്. എത്ര വർഷം അങ്ങനെ വീടില്ലാതിരുന്നു? വീട് 23 വർഷത്തോളം. 23 വർഷം വീടില്ലാതിരുന്നു. എന്നാൽ 2020 മുതൽ നമ്മുടെ ജോൺ ബേറിന്റെ മെസ്സേജ് കേട്ടത് തുടങ്ങിയിട്ടാണ് എനിക്ക് വിശ്വാസവും സ്നേഹവും എന്തെല്ലാം എനിക്ക് പറയാൻ പറ്റൂല. എനിക്ക് നമ്മുടെ വചനങ്ങൾ ഒത്തിരി അനുഗ്രഹമല്ലേ. ബ്രദർ പ്രാർത്ഥിക്കുന്ന വചനവും പ്രസംഗവും ഞാൻ അന്ന് തുടങ്ങി ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ തുടങ്ങി. എന്ത് പറയുന്ന ബ്രദർ എന്ത് പറയുന്നത് അപ്പം പുസ്തകത്തിൽ എഴുതി വെക്കും. പ്രസംഗമൊക്കെ ഫുള്ള് പുസ്തകത്തിൽ എഴുതി വെക്കും. അന്ന് തുടങ്ങിയിട്ടുള്ള പുസ്തകം ഒരുപാടുണ്ട് കയ്യിൽ. 25 വരെയുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ട് കയ്യിൽ. 4-5 വർഷത്തോളമായിട്ട് ബ്രദറിന്റെ എല്ലാ മെസ്സേജുകളും എഴുതി വെക്കും. കാരണം മേടിച്ച് അതിന് നല്ലൊരു കൈയടി കൊടുത്താട്ടെ. ആന്റി പറയുന്നത് ആന്റി അടുത്ത വീട്ടിൽ പോയി ജോൺ ബേറിന്റെ മെസ്സേജ് കേൾക്കാനിടയായി. യൂട്യൂബിലൂടെ ബ്രദറിന്റെ സന്ദേശങ്ങൾ കേട്ടു. ആന്റി പറയുന്നത് 5 വർഷത്തോളമായിട്ട് ബ്രദറിന്റെ മെസ്സേജുകളെല്ലാം ആന്റി എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അന്ന് തൊട്ട് അത്ഭുതങ്ങൾ മാത്രമേ ആന്റിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ ആൻറ്റി കാണാനിടയായി തീർന്നു. 23 വർഷം വാടകയ്ക്ക് പല വീടുകൾ മാറിയും തിരിഞ്ഞും താമസിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു കുടില് പോലത്തെ വീട്ടിലായിരുന്നു. എന്നാൽ 2020 വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 21 അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ലഭിച്ചു. ആൻറ്റി പറയുന്നത് പല വഴികൾ തുറന്നല്ലേ, പല വഴികളിലൂടെ സാമ്പത്തിക നന്മകൾ വന്നു, കിണർ കുഴിക്കാൻ നന്മകൾ വന്നു, വീട് വെക്കാൻ നന്മകൾ വന്നു. അങ്ങനെ 21 വീട് പണി പൂർത്തിയായി എന്ന് അനുഗ്രഹിക്കപ്പെട്ട പുതിയ ഭവനത്തിലാണ് ആൻറ്റി ആയിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആൻറ്റി? വീട്ടില് ഭർത്താവ്, ഞാനും മക്കള്, മോളും മോനും ഉണ്ട്. ആന്റി പറഞ്ഞിരിക്കുന്നത് വോക്കൽ കോഡിന്റെ സൗഖ്യം അത് ആർക്കുണ്ടായതാണ്? ഭർത്താവിനുണ്ടായത്. 2021 ഉണ്ടായതായിരുന്നു. വോക്കൽ കോഡിനായിരുന്നു പ്രശ്നം വന്നത്.
അത് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആണ്. ഓക്കെ. അപ്പോൾ അത് പിന്നെ മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മൊത്തമായിട്ട് എടുത്ത് മാറ്റണം, വോക്കൽ കോഡ് മൊത്തം എടുത്ത് മാറ്റണം, ശബ്ദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുപ്പര് സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ തലശ്ശേരി മലബാറിൽ പോയി. അവിടെ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, പക്ഷേ എന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ഞാനും മോളും ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് 3 മണിക്കൂറോളം വായ അടക്കി വെക്കാതെ വചനവും ആ പ്രസംഗവും വായിച്ച് 3 മണിക്കൂർ അതന്നെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് പിന്നെ വോക്കൽ കോഡ് എടുത്തിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഗ്രോത്ത് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഒരു അണുക്കൾ പോലും ഇല്ലാതെ അത് മുഴുവനായിട്ട് എടുത്ത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പറഞ്ഞു. കരങ്ങളടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞ് വോക്കൽ കോഡ് മുഴുവനായി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഈ ആൻറ്റിയും മക്കളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആൻറ്റി പറഞ്ഞത് എൻ്റെ ബ്രദറിൻ്റെ മെസ്സേജുകൾ വായിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, വിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സംഭവിച്ചത് വോക്കൽ കോഡ് റിമൂവ് ചെയ്യാതെ തന്നെ ആ ഗ്രോത്തിനെ റിമൂവ് ചെയ്യാൻ ഹോസ്പിറ്റലിന് സാധിച്ചു, ഡോക്ടേഴ്സിന് സാധിച്ചു. ഒരു അത്ഭുത വിടുതൽ അങ്കിളിനുണ്ടായി അല്ലേ? സംസാരിക്കാനൊക്കെ എങ്ങനെയുണ്ട്? സംസാരിക്കും. ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞിരുന്നത് പോലെ സംസാരം ശേഷിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല. വോക്കൽ കോഡ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആമേൻ. കരമടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇതുപോലെ മറ്റു ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടല്ലേ? ഒത്തിരി എല്ലാം അന്ന് തുടങ്ങിയ ചെറിയ അനുഭവങ്ങളൊക്കെ. എൻ്റെ മോൾ ടീച്ചറാണ്, അവൾക്ക് പഠിക്കാൻ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളെ പള്ളി ഏറ്റെടുത്ത് പഠിപ്പിച്ചു, അവൾക്ക് കേട്ടറ്റ് കിട്ടി. പിന്നെ അവളുടെ കല്യാണത്തിന് അതേമാതിരി ഒരു രൂപ പോലും കയ്യിലില്ലായിരുന്നു, ഒരു തരി സ്വർണമോ പൈസയോ ഒന്നും കയ്യിലില്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്കറിയാം ദൈവം എന്തായാലും അത് നടത്തി തരും, ആവശ്യത്തിനുള്ള സ്വർണം തന്ന് ദൈവം നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ദൈവം ആ സമയത്ത് ഒക്കെ നടത്തി തന്ന ദൈവം എല്ലാം ഭംഗിയായിട്ട്, ഞാൻ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായിട്ട് ദൈവം പ്രവർത്തിച്ച്. വളരെ നന്ദിയോടെയാണ് അതൊക്കെ ഓർക്കുന്നത്. മകളുടെ വിവാഹം നടന്നതും എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് സാമ്പത്തിക വഴികളും മാർഗങ്ങളും ഒക്കെ തുറന്ന് നടത്തിയെന്നാണ് ആൻറ്റി പറയുന്നത്. ആൻറ്റിക്ക് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് എന്താ ആൻറ്റി പറയാനുള്ളത്? എനിക്ക് ഈ മീറ്റിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്, നന്മകൾ കിട്ടുന്നതാണ്. ബ്രദറിൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ മെസ്സേജ് അയച്ചു കൊടുക്കലും പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക ഈ വചനമൊക്കെ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ആൻറ്റി പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻറ്റി കൂടുതലും ബ്രദറിന്റെ വാക്കുകളാണ് വന്നത്. എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യൻ ആളാണ്, പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ്. പക്ഷെ എന്നാലും വിശ്വാസത്തിലും സ്നേഹത്തിലും ആയത്, യേശുവിനോടുള്ള സ്നേഹം കൂടിയത് ബ്രദറിന്റെ പ്രസംഗത്തിലും വാക്കുകളിലൂടെയൊക്കെയാണ്. ആൻറ്റിയിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഉള്ളത്. ആൻറ്റി ഈ ബ്രദറിന്റെ മെസ്സേജുകൾ ഒന്നും മിസ് ചെയ്യത്തില്ല. ആൻറ്റി പറഞ്ഞ 5 വർഷത്തെ മെസ്സേജ് കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആൻറ്റിയുടെ ആ ഫെയ്ത്ത് എത്ര വലുതാണെന്ന് കരമടിച്ച് എല്ലാവരും വന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. ബ്രദറിന്റെ സന്ദേശങ്ങൾ ആൻറ്റി അനേകർക്ക് അയച്ചു കൊടുക്കും, അനേകരുടെ ജീവിതത്തിൽ അത് വിടുതലുകളായി തീരും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ നിങ്ങളോട് പറയുന്നു, ഈ സമയം തന്നെ ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റു പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്താട്ടെ. ബ്രദറിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അത്ഭുത വിടുതലുകളായി നമ്മുടെ ജീവിതത്തിൽ മാറാൻ പോവുകയാണ്, വലിയ സൗഖ്യങ്ങളായി മാറാൻ പോവുകയാണ്. അനേകം അനുഗ്രഹങ്ങൾ ആൻറ്റിയുടെ ജീവിതത്തിൽ ഉണ്ടായി. കർത്താവ് വലിയ കാര്യങ്ങൾ ആൻറ്റിയുടെ ജീവിതത്തിൽ ചെയ്തു. ആൻറ്റിക്ക് ഈ യേശുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? യേശുപ്പൻ എന്താണ് നമ്മളെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമ്മളെ കൂടെ ഉണ്ടാകുന്ന ആളാണ്. പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം നമ്മുടെ കൂടെ ഉള്ള ആളാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ആര് കൂടെ ഇല്ലെങ്കിലും യേശു ഉറപ്പായും കൂടെ ഉണ്ടാകും. കൂടെയുണ്ട്, ഒരു ഉറപ്പുണ്ട്. ആരുമില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പും വിശ്വാസവും എനിക്ക് ഉണ്ട്. കൈകളെ തട്ടി ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നീനാൻറ്റി പറയുന്നത് ആൻറ്റിയുടെ ജീവിതത്തിൽ ഭവനം ഉണ്ടായതും ഹസ്ബൻഡിനുണ്ടായൊരു വിടുതലും പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളൊക്കെയാണ്. ആ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. പ്രിയ സഹോദരങ്ങൾ, ഇതൊന്നും മാനിപ്പുലേറ്റഡ് അല്ല. ഇത് യേശുവിൻ്റെ അദൃശ്യകരങ്ങൾ അനേകർക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അത് വെളിപ്പെട്ട് വരാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് ചേർന്ന് നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കാം. താങ്ക് യു ജീസസ്. ഓരോ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ ജീവിത സാഹചര്യത്തെയും കൂടെ നമ്മളൊന്ന് മനസ്സിൽ മനസ്സിലാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചില കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ചുറ്റും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാകുന്നത്. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ നിങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുകയാണ്. അവനോട് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, നൽകി തരുവാൻ അവൻ ശക്തനാണ്.
നമ്മളെ കരുതുവാൻ അവൻ ശക്തനാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയും അത്ഭുതങ്ങളിലും ദൈവിക അനുഭവങ്ങളിലും ജീവിക്കണമെന്നതാണ് കർത്താവിൻ്റെ ഇഷ്ടം. സൗഖ്യം നിങ്ങൾക്കവൻ ദാനമായി തന്നിരിക്കുകയാണ്. അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. സാമ്പത്തിക നന്മകൾ അത് കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അതിൽ സന്തോഷിക്കുവാനും ജീവിക്കുവാനുമാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങളുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളുണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്നേഹമുള്ള കരം അവരെ തൊടുന്നതും വിടുവിക്കുന്നതും ഒക്കെ അവർ അനുഭവിക്കട്ടെ. അപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു, അവിടുത്തെ നന്മകൾക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചതിനായി സ്തോത്രം, അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചതിനായി നന്ദി. ഈ കുടുംബങ്ങളെല്ലാം വിടുവിക്കപ്പെടട്ടെ അപ്പാ, ദൈവിക സന്തോഷം അനുഭവിക്കട്ടെ അപ്പാ, ദൈവിക നന്മ അനുഭവിക്കട്ടെ അപ്പാ. കർത്താവേ, ഇവരായിരിക്കുന്ന സങ്കടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി, നന്ദി അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളിൽ അവിടുന്ന് നിറച്ചിരിക്കാൻ നന്ദി. താങ്ക് യു ജീസസ്. ഈ കുടുംബങ്ങളെല്ലാം ദൈവസ്നേഹത്തിലും ദൈവിക നന്മയിലുമായിരിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. വയറ്റിൽ കൊഴുപ്പ് കൂടിയതിനെ തുടർന്ന് സർജറി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലായ ഒരു വെയ്റ്റ് ലോസ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഒരു മിറക്കിൾ തൻ്റെ ലൈഫിൽ നടക്കട്ടെ. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും സ്വർഗത്തിൻ്റെ കരം അത്ഭുതങ്ങളെ ചെയ്യണമപ്പാ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവൻ്റെ നിറവിൽ നമുക്ക് ഓരോ ദിവസവും ആകാം. ഗോഡ് ബ്ലെസ് യു.